നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം യേശുവിന് കൊടുത്തുകൊണ്ട് ഈശോയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ വേദനകളും സങ്കടങ്ങളുമെല്ലാം താനെ മാറിപ്പോകുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. എത്ര രോഗിയായിരുന്നാലും, എത്ര വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, എത്ര കടുത്ത ജീവിത പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ അതെല്ലാം വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് മാറും. നമുക്കൊരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അതേ സങ്കീർത്തകൻ പറയുന്നുണ്ട്, അന്യഭവനങ്ങളിൽ 1000 ദിവസങ്ങൾ വസിക്കുന്നതിനേക്കാൾ അഭികാമ്യമാണ് ദൈവഭവനത്തിലായിരിക്കുന്ന ഒരു ദിവസം. കർത്താവിനോട് കൂടെ ഇരിക്കുക, യേശുവിനോട് ചേർന്നിരിക്കുക, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ വലിയ ഭാഗ്യം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശു നൽകുന്ന സന്തോഷം അനുഭവിച്ചുകൊണ്ട്, യേശു നൽകുന്ന സമാധാനം അനുഭവിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. യേശുവിനോട് ചേർന്ന് നമ്മളിപ്പോൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് യേശുവിനെ സ്തുതിച്ച് സ്തുതിച്ച് നമുക്കിപ്പോൾ പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ നമുക്ക് പാടി സ്തുതിക്കാം. ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പാടാം. പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി, എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ. വലിയ ആനന്ദത്തോടെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്ന് യേശുവിനെ കണ്ടുകൊണ്ട് പാടാം. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ജീവിതം യേശുവിന് കൊടുത്തുകൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ട്, യേശുവിനായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട്, ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. വലിയ പ്രതീക്ഷയോടെ
കൊടുത്തുകൊണ്ട് അവിടുത്തെ പ്രതി സന്തോഷത്തോടെ പാടാം. ഇന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്ത് പാടിയാക്കുമേ, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം. മലക്കന്മാരോട് ചേർന്ന് ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശ തന്നോടെന്ന വെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശ തന്നോടെന്ന വെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. Praise the Lord. Hallelujah. Hallelujah. വലതുകരത്തിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആലപിച്ച ഗാനത്തിൻ്റെ ഈരടികൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം, സൗഭാഗ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സമാധാനം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ. ആ ഭാഗ്യം ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ എനിക്ക് നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ അടുത്തേക്ക് നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചത്. കർത്താവ് ആകർഷിക്കാതെ ആരും അവിടുത്തെ അടുത്തേക്ക് വരുന്നില്ല. കർത്താവ് തൻ്റെ അടുത്തേക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ വ്യക്തിപരമായി നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാനും നിങ്ങളുടെ ജീവിതത്തെ ഈ രാത്രിയിൽ അനുഗ്രഹമാക്കി മാറ്റുവാനും അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നു, അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് ബാഹ്യനേത്രങ്ങളെ നമുക്ക് അടയ്ക്കാം. ആന്തരികമായ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വാഗ്ദാനമനുസരിച്ച് ഇന്നും നമ്മോട് കൂടെയായിരിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ കർത്താവിനെ കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് മേരിയെ പോലെ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. കർത്താവെ, അവിടുന്ന് കരങ്ങൾ ഉയർത്തിയാൽ എല്ലാ കൊടുങ്കാറ്റും ശമിക്കുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളുടെയും മേൽ അധികാരമുള്ളവനായ സർവശക്തനായ അങ്ങയെ ഞാൻ ഈ നിമിഷം കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് എൻ്റെ ദുഃഖം മാറ്റി അങ്ങേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന ആനന്ദത്താൽ, സ്വർഗീയമായ ആനന്ദത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവ് ഞാൻ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ പക്കലേക്ക് എന്നെ സമർപ്പിച്ചുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഉയർത്തിക്കൊണ്ട് യേശുവേ ഈ രാത്രിയിൽ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്നുകൊണ്ട് സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 പരിശുദ്ധ ദൈവമാതാവേ, അമ്മ അനുഭവിച്ച ആനന്ദം, കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേയും സകല വിശുദ്ധരെ മോക്ഷവാസികളെയും പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറന്ന് ശാന്തമായി നമുക്കിരിക്കാം. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളിൽ ഭൂരിപക്ഷവും അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവിനോട് ചേർന്ന് ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി കഷ്ടപ്പാടുകൾ, വേദനകൾ, സഹനങ്ങൾ ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ദൈവം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഡിസംബർ മാസം, അതായത് 2013 ഡിസംബർ മാസത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു സംഭവമാണത്. ഈ സംഭവം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1954 ഹൊവാർഡ് സി ഷോഡ് എന്ന ഒരു പാസ്റ്ററുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം 1954 അദ്ദേഹം റീഡേഴ്സ് ഡൈജസ്റ്റിൽ എഴുതി അവരത് നല്ലതാണ് എന്ന് കണ്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. 1989 അദ്ദേഹം മരിക്കുകയും ചെയ്തു. എന്നാൽ 2013 ക്രിസ്മസ് ലക്കത്തിൽ ഇതിൻ്റെ പ്രസാധകർ വിചാരിച്ചത് വളരെ നല്ല ഒരു സന്ദേശമാണ് നൽകുന്നത് എന്ന് കണ്ടുകൊണ്ട് അവർ വീണ്ടും ഈ 2013 ഡിസംബറിൽ ഈ സംഭവം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നടന്ന സംഭവമാണ് എങ്കിലും കേട്ടാൽ അവിശ്വസനീയമാണ് എന്ന് തോന്നും. അങ്ങനെയുണ്ട് ചില സംഭവങ്ങളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നോവലിലൊക്കെ സംഭവിക്കുന്നതിനേക്കാൾ അവിശ്വസനീയമായി തോന്നുന്ന സംഭവങ്ങൾ. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഹൊവാർഡ് സി ഷോഡ്. അദ്ദേഹം ഒരു പാവപ്പെട്ട പള്ളിയിലെ പാസ്റ്ററാണ്. പാവപ്പെട്ട പള്ളി മാത്രമല്ല, പഴയ പള്ളിയും കൂടെയാണ്. അദ്ദേഹം ക്രിസ്മസിന് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് ഏകദേശം ഒരാഴ്ച കൂടെയേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം അതിശക്തമായ കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. ഈ കൊടുങ്കാറ്റും മഴയും ഉണ്ടായപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഇദ്ദേഹത്തിൻ്റെ അൾത്താരയുടെ പിന്നിലുണ്ടായിരുന്ന ഭിത്തി ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണു. അവിടെ വലിയൊരു ദ്വാരമുണ്ടായി. ഇത് കണ്ടപ്പോൾ
പാസ്റ്ററിന് വലിയ സങ്കടമുണ്ടായി. അദ്ദേഹം കർത്താവിനോട് പരാതി പറഞ്ഞു, കർത്താവ് എന്ത് പണിയാണ് കാണിച്ചത്? ക്രിസ്മസിന് ഇനി അധികം നാളുകളില്ല. അൾത്താരയുടെ പിന്നിൽ ഇങ്ങനെ ദ്വാരം വീണിരുന്നാൽ അതാകപ്പാടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെ അലങ്കോലമാക്കും. അങ്ങേക്ക് ഇതൊക്കെ അറിയാൻ പാടില്ലേ? മാത്രവുമല്ല, ഞങ്ങളുടെ പള്ളി ഒരു പാവപ്പെട്ട പള്ളിയാണ്. ഇത് വീണ്ടും പുനരുദ്ധരിക്കുവാൻ ഞങ്ങൾക്ക് പണമില്ല. മാത്രവുമല്ല, ക്രിസ്മസിന് അധികം ദിവസങ്ങളില്ല, അത് നന്നാക്കുവാനും സമയമില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം പരാതി പറഞ്ഞു. അവസാനം അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, ദൈവം അനുവദിച്ചാണ് ഇത് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു ചിന്ത അല്ലേ? ദൈവം അനുവദിച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, ദൈവം അനുവദിച്ചതാണെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. അദ്ദേഹം ദൈവത്തെ അങ്ങ് സ്തുതിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് സങ്കടമൊന്നുമില്ല. അവിടെ ദ്വാരമുണ്ടെങ്കിൽ കർത്താവിൻ്റെ പള്ളിയിലുള്ള ദ്വാരം, എനിക്കെന്താ കുഴപ്പം? അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് ഇരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ തെരുവിലൂടെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഒരു തെരുവിൻ്റെ ഒരു മൂലയിൽ ഒരു ഓപ്ഷൻ, ലേലം വിളി നടക്കുകയാണ്. പഴയ സാധനങ്ങളൊക്കെ ലേലം വിളിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു മൂലയിൽ നോക്കി നിന്നു. അദ്ദേഹത്തിന് അധികം പൈസയൊന്നുമില്ല കയ്യിൽ ലേലം വിളിക്കുവാൻ. അങ്ങനെ ലേലം വിളി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഈ ലേലം വിളിക്കാരനെടുത്ത ഒരു സാധനം ഒരു ടേബിൾ ക്ലോത്താണ്, മേശവിരി. ഊട്ടുമേശയുടെ മുകളിൽ വിരിക്കുന്നൊരു മേശവിരി. പഴയ മേശവിരി ആരോ കൊടുത്തതാണ്. ഇത് വിളിക്കുവാനായിട്ട് അധികം പേരൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പാസ്റ്ററുടെ മനസ്സിൽ വളരെ നല്ലൊരു ആശയം തോന്നി. നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്താണ് ആ ആശയമെന്ന്. അദ്ദേഹം ഉടൻ തന്നെ ഈ ലേലത്തിൽ പങ്കെടുത്ത് $6.5 ഈ മേശവിരി വാങ്ങി. എന്നിട്ട് അദ്ദേഹം തൻ്റെ പള്ളിയിൽ ചെന്ന് ഈ ദ്വാരത്തിൻ്റെ മുകളിൽ ഇതങ്ങ് വലിച്ചു കെട്ടി. മനോഹരമായ ഒരു ചിത്രമായിരുന്നു അത്, ഒരു വിരിയായിരുന്നു അത്. അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. ദൈവമേ, അങ്ങ് ഇത്രയും എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മൾ പ്രശ്നം സമർപ്പിക്കുകയാണ് എങ്കിൽ ദൈവം വളരെ എളുപ്പത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്മസ് ഈവ് 24-ാം തീയതി വന്നു. അദ്ദേഹം രാവിലെ പള്ളി തുറന്നു. ഒരു 10 മണിയായി കാണും. പള്ളി തുറന്നു. വളരെ വലിയ തണുപ്പാണ് അവിടെ, നിങ്ങൾക്കറിയാം, ക്രിസ്മസ് ഡിസംബർ മാസത്തിൽ. പള്ളി തുറന്നപ്പോൾ ഇത് റോഡ് അരികിലാണ് ഈ പള്ളി. ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ബസ് ഇനി 40 മിനിറ്റുകൾ കഴിഞ്ഞേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്ഥിരമായി പരിചയമുള്ളതുകൊണ്ട് അതറിയാം. ഈ സ്ത്രീ അവിടെ തണുപ്പത്തിങ്ങനെ വിറച്ചിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി 40 മിനിറ്റുകൾ ഇവിടെ തണുത്തിരിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, ഈ പള്ളിയിൽ വന്നാൽ നിങ്ങൾക്ക് ചൂട് കിട്ടും, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കാര്യം ചെയ്യാം, ചൂട് കിട്ടുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വലതുകരത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ പാസ്റ്ററുടെ അച്ഛൻ്റെ ഈ അപേക്ഷ നിർദ്ദേശം സ്വീകരിച്ച് ഈ സ്ത്രീ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. നേരെ അൾത്താരയുടെ മുമ്പിലേക്ക് അവർ നോക്കിയാ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഈ മേശവിരി ശ്രദ്ധിച്ചു. ഒരു പ്രാവശ്യം നോക്കി, ഒന്നും കൂടെ നോക്കി, രണ്ടാമതൊന്നും കൂടെ നോക്കി. ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് അവർ വിചാരിച്ചു. ഒന്നും കൂടെ നോക്കി. അവര് ഉടൻ തന്നെ ഈ മേശവിരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അതിൻ്റെ അറ്റമൊന്ന് മറിച്ചു നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ പേരിൻ്റെ ഇനീഷ്യലുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവര് അച്ഛനോട്, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന മേശവിരിയാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അത്ഭുതമായി. ഇതെങ്ങനെയാണ് നിങ്ങൾ അറിയാതെ ഈ ലേലം വിളിക്കാരൻ്റെ അടുത്ത് എത്തിയത്? അവരുടെ കഷ്ടപ്പാടിൻ്റെ കഥ പറഞ്ഞു. ഞങ്ങൾ
വിയന്നയിലാണ് താമസിച്ചിരുന്നത്. അവിടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെ ഭരണത്തെ ഞങ്ങൾ എതിർത്തത് കൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് താമസിക്കുവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും ഒരു തീരുമാനമെടുത്തു, രാജ്യം വിട്ട് ഓടിപ്പോകുക ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കൈകൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്കിപ്പോൾ പിരിയാം, എപ്പോഴെങ്കിലും ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പറഞ്ഞ് അവർ പിരിഞ്ഞു. പിരിഞ്ഞ ശേഷം ഈ സ്ത്രീ ഭർത്താവിനെ പിന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അവർ വിചാരിച്ചത് ഭർത്താവ് മരിച്ചുപോയി എന്നാണ്. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ പള്ളിയുടെ അടുത്ത് വന്നത്, എന്തിനാണ്? അവർ പറഞ്ഞു, ഞാനിവിടെ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാണ്. ഇവിടെയുള്ള വളരെ സമ്പന്നമായൊരു കുടുംബത്തിൽ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഒരു അധ്യാപികയെ ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് ഞാനിവിടെ വന്നതാണ്. പക്ഷേ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ എന്നെ ഇൻ്റർവ്യൂ നടത്തി, എന്നെ എടുത്തില്ല. കാരണം എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലിയും കിട്ടിയില്ല. അവർ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മേശവിരിയാണ് എങ്കിൽ ഇത് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവർ പറഞ്ഞു, എനിക്ക് അത് വേണ്ട, അത് കർത്താവിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അന്ന് വൈകുന്നേരം ക്രിസ്മസ് ദിവസം 24-ാം തീയതി തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ നടക്കുകയാണ്. ആ കർമ്മത്തിൽ പങ്കെടുത്തത് ആ ഇടവകയിലുള്ള വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി അദ്ദേഹം അവിടെ ഈ ജോലി ചെയ്ത് താമസിക്കുകയാണ്. അദ്ദേഹം വന്ന് പള്ളിയിൽ വന്നപ്പോൾ ഇതാ കാണുകയാണ് അൾത്താരയുടെ പിറകിൽ ഒരു മേശവിരി. അദ്ദേഹം ഉടനെ ഓടിച്ചെന്ന് ഈ മേശവിരിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി, അത് തൊട്ടു നോക്കി. അതിൻ്റെ പിന്നിൽ ഇനീഷ്യലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഇത് എൻ്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന മേശവിരിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ഇത് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ബിഷപ്പ് മെത്രാനച്ചൻ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന, അദ്ദേഹത്തിന് മാത്രം ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മേശവിരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് അവളെ കണ്ടെത്താൻ പറ്റുമോ? അദ്ദേഹം വളരെ ആകാംക്ഷയോട് ചോദിച്ചു. പാസ്റ്റർ ഉടനെ ഇവർ ഇൻ്റർവ്യൂവിന് പോയ ആ വീട്ടുകാരെ ബന്ധപ്പെട്ടു, അവരുടെ ഫോൺ നമ്പർ വാങ്ങി, ഈ സ്ത്രീയുടെ ഫോൺ നമ്പർ വാങ്ങി. അങ്ങനെ ഈ സ്ത്രീയെ ആ രാത്രിയിൽ അവരെ കണ്ടെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അൾത്താരയുടെ പിന്നിലുള്ള ഭിത്തി തകർന്നു വീണത് എന്തിനു വേണ്ടിയാണ്? ദൈവം മനോഹരമായ ഒരു അനുഗ്രഹം ഒരു കുടുംബത്തിന് നൽകുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തില് സഹനങ്ങള്, കഷ്ടപ്പാടുകള്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, ദൈവം മറ്റാരെയോ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അത് അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിശ്ചയമായും കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ അവർ സഹിക്കുന്നത്, അവർ വേദനിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കുവാൻ ചാനലുകളായി ദൈവം അവരുടെ ജീവിതത്തെ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആനന്ദിക്കുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തെ അത്രമാത്രം വിലയുള്ളതായി ദൈവം കണ്ടുവല്ലോ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഒരു അനുഗ്രഹമാക്കി ദൈവം എൻ്റെ ജീവിതത്തെ കണ്ടുവല്ലോ എന്ന് ഓർക്കുമ്പോൾ
നമ്മുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് 84-ാം സങ്കീർത്തനത്തിന്റെ 4-5 വാക്യങ്ങൾ പ്രകാരമാണ്: എന്നേക്കും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഭാഗ്യവാന്മാർ? ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അവസരങ്ങളിൽ പരാതിയും പിറുപിറുപ്പും കൂടാതെ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഈ വേദനയോർത്ത്, ഈ രോഗത്തെയോർത്ത്, ഈ തകർച്ചയോർത്ത്, ഈ സഹനത്തെയോർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞവർ ഭാഗ്യവാന്മാർ. വീണ്ടും 5-ാം വാക്യം പറയുകയാണ്: അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരുടെ ഹൃദയത്തിലാണ്? കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ, ഒരു സഹോദരന്റെ ജീവിതത്തിൽ സിയോന്റെ, സ്വർഗത്തിന്റെ അനുഭവമുണ്ട് എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു നാളും നമ്മൾ സഹനത്തിന്റെ കാലങ്ങളിൽ തകർന്നു പോകരുത് എന്ന് ദൈവം നമ്മെ ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. 125-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു: കർത്താവിൽ എന്നും ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് സിയോൻ പർവ്വതം പോലെ നിൽക്കുന്നത്? എല്ലാ കാലങ്ങളിലും എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. എന്താ സിയോൻ പർവ്വതത്തിന്റെ പ്രത്യേകത? എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ആ പർവ്വതത്തിന് ഒന്നും സംഭവിക്കുകയില്ല. ഏത് വലിയ കൊടുങ്കാറ്റിനെയും നേരിടുവാൻ കരുത്തുള്ളതാണ് സിയോൻ പർവ്വതം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം സിയോൻ പർവ്വതം പോലെ കരുത്തുള്ളതായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ കരുത്തുള്ളതായി മാറണമെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ കാണുവാനായിട്ട് വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, അങ്ങയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ ആലയത്തിൽ വസിക്കുവാൻ എനിക്ക് ഈ രാത്രിയിലുള്ള പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്നെല്ലാം കാണുന്നവനാണ്. ദൈവം അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ദൈവത്തിന് ഈ സഹനങ്ങളെക്കുറിച്ച് നിശ്ചിതമായൊരു പദ്ധതിയുണ്ട്. നമ്മളൊരിക്കലും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല, പരാതിപ്പെടേണ്ട ആവശ്യമില്ല, പിറുപിറുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ വലിയൊരാശ്വാസമുണ്ടാകും. എന്നാൽ അതിനോട് മറുതലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. എന്നെന്നും അസ്വസ്ഥതകളായിരിക്കും. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെസ് ലോർഡ്. അതേ കർത്താവേ, എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഞാനിതാ ചേർന്ന് നിൽക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയുവാനായിട്ട് ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ മുമ്പിൽ തലകുനിച്ച് പ്രാർത്ഥിക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അവിടുന്ന് പറന്നിറങ്ങണമേ. അപ്പോസ്തലന്മാരെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ, അവരെ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. പ്രകാശത്തിൻ്റെ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ അനുഭവം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ നിർമ്മലമായ സ്നേഹത്തെ ചോദ്യം ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞാൻ ഏറ്റുപറയുന്നു, അവിടുന്ന് പൂർണ്ണമായും സ്നേഹം തന്നെയാണ്.
എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, എൻ്റെ അയൽപക്കത്തുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ലോകം മുഴുവനുള്ള മക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി എനിക്ക് സഹനങ്ങൾ നൽകിയ പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവേ, അവസാനത്തുള്ളി രക്തം വരെയും നൽകിയ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ത്രിത്വൈക ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ശബ്ദമുയർത്തി മനസ്സുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രകാശത്തിൻ്റെ അനുഭവം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഹൃദയം കാണുവാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. അങ്ങയെ കാണുവാനായിട്ട് കൂടെയുള്ളവനായ, കൂടെ സഞ്ചരിക്കുന്നവനായ അങ്ങയെ കാണുവാനായിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലുള്ള എല്ലാ പരാതിയും പിറുപിറുപ്പ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായി അവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നന്ദി. കരങ്ങളടിച്ച് നമ്മൾ ആലപിച്ച ഗാനത്തിൻ്റെ ഇരടി ഒരിക്കൽ കൂടെ നമുക്ക് ആലപിച്ച് കർത്താവിൻ്റെ സന്തോഷം അനുഭവിച്ചറിയാം. എല്ലാ നിമിഷങ്ങളിലും യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം പ്രാർത്ഥനയായി നമുക്ക് ആലപിക്കാം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പ്രൈസ് ദി ലോർഡ്. വലതുകരമെടുത്ത് സന്തോഷത്തോടെ ഹല്ലേലൂയ ചിരിച്ചുകൊണ്ടാകാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക.